എന്താ ഇവിടെ നിൽക്കുന്നേ? എന്റെ നാത്തൂനൊരകത്തേക്ക് പോയിരിക്കുക. അവളുടെ ചേട്ടൻ അടുത്ത 18-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു. രാജേട്ടൻ നക്ഷത്രം എടുത്തോണ്ട് പോയിരിക്കുക. അത് ശരി. അവര് പിന്നെ ആങ്ങളും പെങ്ങളും അങ്ങനെയാണല്ലോ. കഴിഞ്ഞോ? ആ, എന്താ തോമസേട്ടാ? ചുമ്മാ ഇതിലേ വന്നതാ. സുഖമാണോ? അതെ അതെ. വാ പോവാം. വരട്ടെ. ശരി. കണ്ടിട്ട് കുറച്ചാണല്ലോ. ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. ഭയങ്കര തണുപ്പ്. ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഇതുവരെ യാ. കാല് കാല് സുഖായി സുഖായി സുഖായി. ഇത് കണ്ട ഇത് കണ്ട. എന്റെ അമ്മ ആളവിട് ആളവിട് ആളവിട്. ഹായ്. ഇവനാരടാ? ഇതെന്താ ഇടിവണ്ടിയോ? ഇതാര് രഞ്ജനോ? അതെ. എന്താ വലിയ പൊതയൊക്കെ? ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. അവിടെ ഭയങ്കര തണുപ്പാ. ശേഷം കോൾഡും ഉണ്ട്. ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കാലൊക്കെ ശരിയായോ? ഓക്കെ. ഒരു പ്രശ്നം കണ്ടോ? ഓക്കെ ഓക്കെ. കാഠ്മണ്ഡു എന്തായിരുന്നു? ഞാനവിടെ ക്രിക്കറ്റ് കളിക്കായിരുന്നു. ഓ, രഞ്ജൻ ക്രിക്കറ്റ് പ്ലെയറാണോ? അതെ, ഞാൻ സ്റ്റേറ്റ് പ്ലെയർ അല്ലേ. സ്റ്റേറ്റ്. അതേ അറിഞ്ഞില്ല. ഹലോ, ഒന്ന് മാറിക്കൊടുക്കൂ. എന്തോ മാറിക്കൊടുക്കൂ. ആരും കണ്ടില്ല. മുണ്ട നിർത്തി മുണ്ട നിർത്തി. അപ്പൊ ഞാൻ വരട്ടെ സാറേ. എനിക്ക് ബ്ലഡ് മോഷണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സാറ് ഒരു കാര്യം ഒന്ന് അയച്ചു തരാം. അല്ലെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാണക്കടലെന്ന് വിചാരിച്ചിട്ടാ. സാരമില്ല, ഇതിപ്പോ ഒരു ഫാഷൻ അല്ലേ. ആണോ? എന്തോ അല്ല, ബ്ലഡ് മോഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ ആണോ? നേരെ. ഡോക്ടർ ഉണ്ടോ? ഉണ്ട്, വരൂ. തിയേറ്ററോ? ഇരിക്കൂ. ഇന്നലെ എത്ര പേഷ്യൻസ് വന്നു? 10-30 പേര് വന്നു. ഇന്നലെ 10-15 പേരെ അയച്ചിരുന്നു. ജീവിരിക്കട്ടെ. അപ്പോ ഞാൻ വരട്ടെ. ഓക്കെ, വരട്ടെ. ചേച്ചി, ഞാൻ പോട്ടെ. ഗോപിയോ? നീ എപ്പോ എന്താ? കുറച്ചു നേരമായി. നിന്റെ ഏമാനുണ്ടോ അവിടെ? സാറ് എഴുന്നേറ്റിട്ടുണ്ട്. നീ എന്താടാ അവിടെ നിൽക്കുന്നേ? നിനക്ക് ഇവിടെ ഒന്നൂടെ? ഞാൻ പോട്ടെ. നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചൂടെ? കൂടുതൽ ശമ്പളം ഞാൻ കൊടുക്കുമല്ലോ. ഇപ്പൊ അവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാലോ? ഒരു കാര്യം ചെയ്യും, ശാന്ത പോയി സർജനോട് കംപ്ലൈന്റ് ചെയ്യും. ഞാൻ അവന് ഒരു പ്രാവശ്യം വാൺ ചെയ്ത് വിട്ടതാണ്. അവൻ ശരിയാവില്ല. ശരി, ദിസ് ഈസ് ദ ലാസ്റ്റ് വാണിംഗ്. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ യു ക്യാൻ ഗോ. ഇപ്പം നിനക്ക് തൃപ്തിയായിരിക്കും. പക്ഷെ ഞാൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്നോടല്ലേ ഒരിക്കൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞത്? നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലടാ. നീ കേൾക്കണ്ട. പിന്നൊരു കാര്യം, നിന്റെ ഈ വിരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. തോളേന്ന് കൈയെടുക്കുക. നിനക്ക് അവളെ വെച്ചോണ്ടിരിക്കാനല്ലേ? എന്താ രവി, എന്താ കാര്യം? സംഭവം എന്താ? പറയൂ. എടാ, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് നിനക്കറിയാമോ? പൊതുജന സേവനത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം. നിന്നെപ്പോലുള്ള നാറികളാണല്ലോ ഇത് അശുദ്ധമാക്കുന്നത്. എന്നിട്ട് വിസ്തരിക്കാൻ വന്നിരിക്കുന്നു. എന്താ രാജ? സർജനോട് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് നിന്നോട് നേരിട്ട് ചോദിക്കാൻ അറിയാമായിരുന്നു. പക്ഷെ ഞാനതിന് ഒരുങ്ങിയാൽ
നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മൈൻഡ് ഇറ്റ്. മുക്കാതെ വേഗം നടക്കണോ. ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. ആരെയും കാണുന്നില്ലല്ലോ. നോബഡി സി. സൂക്ഷിച്ചിറക്കണം. കീപ്ലെസ് ടെൻഷനോ? പിന്നെ ആക്സിഡന്റ് വല്ലതും പറ്റിയോ? കാല് കണ്ടോ, കൈ എല്ലാം ഓക്കെ, ഓൾ റൈറ്റ്. വളരെ സൂക്ഷിച്ചിറക്ക്. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ. ഇവിടെ നിന്ന് വൃത്തിയിടാക്കരുത് കേട്ടോ. സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ചിറക്കടോ. ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞ് കൊണ്ടുവരാനാ ഡാക്ടർ പറഞ്ഞത്. ഇന്ന് രാവിലത്തെ കൂടി ആയപ്പോ കൃത്യം 1 മാസമായി. ഇതാ പിടിച്ചു. എന്തേത്? ഇതെന്ത് വർത്തമാനാ? മലം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ. ഡോക്ടർ പറഞ്ഞിട്ടാ. എന്ത് മോഷൻ? ഇതെന്താ ചിരിക്കണത്? ഇതൊന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റാ പാട്. കൊണ്ടുപോയിക്കോ. കൊണ്ട് സൂക്ഷിച്ച് അവിടെ കൊണ്ടുപോയി. പൊട്ടിച്ച് കളയാണ്ടല്ലോ, ഇടിച്ച് ഞാൻ. കൊണ്ടുപോടാ. 1 മാസത്തെ കളക്ഷനാ. പൊട്ടിക്കല്ലേ. ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യുമ്പോ 1 മാസം ആവൂ. 1.5 മാസം പിടിക്കുമല്ലേ? വക്കീലൊന്ന് മാറിക്കേ. ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ. ഞണ്ട് വറുത്തു കൊടുത്ത് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളതെന്നറിയോ? എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈ MCH എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റ്സിലേക്ക് പോയാല് 2 കൊല്ലമല്ലേ? ഇടയ്ക്ക് വരാൻ പറ്റില്ലേ? 1 പ്രാവശ്യം വരാൻ തോന്നുന്നു. 1 പ്രാവശ്യം? എന്നാ പിന്നെ പോണ്ടെന്ന് പറയായിരുന്നു. എങ്ങനെ ഇത്രയും നാൾ കാണാതിരിക്കുക? എന്റെ വക്കീലെ, ഇതൊന്നും കിട്ടില്ലെന്നേ. അങ്ങനെ കിട്ടാതെയൊന്നും ഇരിക്കില്ല. പിന്നെ ഈ ഞണ്ട് വറുത്ത് കൊടുത്താലും സെലക്ഷൻ കിട്ടില്ലെന്നേ. നിനക്ക് തന്നെ അവളെ കടിച്ചുതരാം. അവന്റെ റൊമാൻസ്. മോള് ഊണ് കഴിച്ചോ? നീയാ? ഏയ്, ഒന്നും ആയില്ലേ? പപ്പടം കഴിച്ച തീർന്നു. ഞണ്ടാ? രാജി വഴിന്ന് വാങ്ങിച്ചതാ. മീൻകാരത്തിന് എന്തോരം ചീത്ത കേട്ടെന്നോ. ചുമ്മാ. അല്ല, അതെ, അവക്ക് മീൻചത്തൊന്നും പരിചയമില്ലാത്തോണ്ട്. ഒരു വർത്താനം പറഞ്ഞുണ്ടല്ലോ. പിന്നെ ഈ ചോറ് വിളമ്പാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? EC-ക്ക് 32-ാം വകുപ്പ് അനുസരിച്ച് 10 മിനിറ്റ് കൂടി കഴിയും. അപ്പുറത്ത് പോയി കള്ളനും പോയി. നീ പോയി ആ മേശ വൃത്തിയാക്ക. പോകുന്നുണ്ടോ അവിടുന്ന്? അയ്യേ ചേട്ടാ, രാജയുടെ ബർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ. നാളെ മുതൽ നാളെ തന്നെ എടുക്കണം. മറ്റന്നാ ഞായറാഴ്ച. ആഗസ്റ്റ് 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 എടുക്കുന്നത്. ഇപ്രാവശ്യം 15 ഞായറാഴ്ച. മറക്കണ്ട. മറക്കേല. നീ ചോറ് വിളമ്പുന്നുണ്ട്. ആ ഞണ്ടിന് ചീത്തയായി പോടി. ശോഭ, ആ പ്ലേറ്റിൽ എടുത്ത് വെക്കേ. ശരി, ചേട്ടൻ അങ്ങോട്ട് വാ. എന്താ സുഖ? ഇവക്ക് 2 സാരി വേണം. വേണ്ട, എടുത്തോടും. മമ്മി, എനിക്ക് വരണെന്താ? എനിക്ക് വരണെന്താ? ആരും ബഹളം വെക്കണ്ട, ഞാൻ എടുത്തുതരാം. മോളെ, കണ്ണട താഴെ തുടക്കരുതേ. ഇത് നീ തിന്നു. ഇത് ചേച്ചിക്ക്. ഇത് അനുമോന്, ഇത് മിനിമോക്ക്. ഇത് രാജിമോൾ. കൊള്ളാം. നീ ഒന്നും വേണ്ടല്ലോ. ആ ബലി